ഹായ് നമസ്കാരം, ട്രാവൽ ആൻഡ് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഗിന്നസ് സ്റ്റോർ ഹൗസിലാണ്. അതായത് അയർലൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിയറാണ് ഗിന്നസ്. സോ അതിൻ്റെ ബ്രൂവറിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, അതിൻ്റെ കാഴ്ചകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറുവാണ്. എൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ അകത്ത് നിന്നിട്ട് പറയാം. ഇതാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ ഇത് അടുത്ത പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് ഫ്രീ കിട്ടും. ഈ കാണുന്ന കോഡ് അടിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഇവിടെ നിന്നാണ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തത്. അതിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മളത് കാണിക്കണം, കൗണ്ടിൽ കാണിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. സോ നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് അലക്സ് ചേട്ടനും ഷിജുവാണ്. നമ്മുടെ മുകളിലേക്ക് കയറണം. ഇതാണ് ഇങ്ങനെ പല നിലകളിലായിട്ടാണ് അതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഗിന്നസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അവർ നമ്മളോട് ഈ ടൂറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഗിന്നസിൻ്റെ ഒരു സ്റ്റോർ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലോട്ടുള്ള നമ്മുടെ യാത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. വാട്ടർ, ബാർലി, ഹോപ്സ് ആൻഡ് ഈസ്റ്റ്. അതായത് 4 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഗിന്നസ് ബിയറിനുള്ളത്. ഈ കിടക്കുന്നതെല്ലാം ബാർലിയാണ്. ബാർലിയാണ്. ഈ നിരത്ത് കാണുന്നതെല്ലാം ബാർലിയാണ്. ഇതെല്ലാം ബാർലിയാണ്. ഇത് കണ്ടല്ലോ, എവറി ഇയർ 100,000 ടൺസ് ഓഫ് ബാർലിയാണ് ഗിന്നസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് ബാർലി. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറിയേണ്ടവർ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് കാണുക. ഇതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ്, ഹോപ്സ് എന്ന് പറയുന്ന സാധനം. അതെന്ത് സാധനമാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ കായാണോ, പൂവാണോ, ഇലയാണോ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഹോപ്സ് എന്ന് പറയുന്ന സാധനം 2 റീജിയണിലേ ഇത് വളരുമെന്നുള്ളതാണ്. ഈ വേൾഡിൽ 2 റീജിയണിലേ വളരുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇവർക്കിത് കിട്ടുന്നത് ഓസ്ട്രേലിയ, ജർമ്മനി, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ന്യൂസിലൻഡ്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഈസ്റ്റ്. വായിക്കേണ്ടവർക്ക് ഇത് പോസ്റ്റ് ചെയ്ത് വായിക്കാം. വീണ്ടും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ഈ ഫൗണ്ടൈൻ കാരണമാണ് ഒന്നും കേൾക്കാൻ പറ്റാത്തത്. ഇത് വൺ ഓഫ് ദി അതർ ഇൻഗ്രീഡിയൻസ് ആണ്. അതാണ് അവർ ഈ ഫൗണ്ടൈൻ വെച്ചേക്കുന്നത്, വെള്ളം. അപ്പോൾ ഇതാണ് ആർതർ ഗിന്നസ് എന്ന് പറയുന്ന ആൾ. അതായത് ഈ ബിയർ ഉണ്ടാക്കിയ ആളാണ് ആർതർ ഗിന്നസ്. 1759 അയാളിത് ഉണ്ടാക്കിയത്. ഇവിടെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഒരാൾ ഇരുന്ന് പറയുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് വന്നേക്കുവാണ്. റോസ്റ്റിംഗ് 232 ഡിഗ്രി സെൽഷ്യസിലാണ് അവർ ഈ ബാർലി റോസ്റ്റ് ചെയ്യുന്നത്. ഈ ബാർലി റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഗിന്നസിന് ഈ ബ്ലാക്ക് കളർ വരുന്നത്. അതാണ് അതിൻ്റെ യുണീക്നെസ്. ഇതെല്ലാം ബാർലി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാർലി റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് യുണീക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയി. ഫെർമെൻറ്റേഷൻ. ഫസ്റ്റ് ഇതാണ് ഇതിൻ്റെ ബ്രൂയിങ് പ്രോസസ്സ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ്, ദെൻ മില്ലിങ്, ദെൻ മാഷിങ്, സെപ്പറേഷൻ ആൻഡ് ബോയിലിംഗ്, ദെൻ കൂളിംഗ്, ഫെർമെൻറ്റേഷൻ, പിന്നെന്താണ് മെച്ചുറേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ, ദെൻ പാക്കേജിങ്. അപ്പോൾ ഇതാണ് 10 സ്റ്റെപ്സ്. 11 നമ്മുടെ ഗ്ലാസ്സിൽ ഗിന്നസ് വരും. അപ്പോൾ നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക്, അത് പെർ അഡൾട്ടിന് 22 യൂറോയാണ്. ഇതിലൊരു 30 million ബബിൾസ് ഇൻ എവരി പിൻ.
പിന്നെന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ്സിൽ 30 മില്യൺ ബബിൾസ് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. Designed to look like a typical room in an 18th century gentleman's home, in particular Arthur Guinness's study. So you'll see the hardwood floors, the paneling, all the brass fittings around the room. It's quite typical of that time. The back of the wall there, you'll see the man himself, Arthur Guinness. Arthur Guinness. And then to your left, there's two other portraits. So the first one is Arthur Guinness II, that was his son, and then Sir Benjamin Lee Guinness, his grandson. In between those, the little glass bottle. This is from 1959. So what they did was, to celebrate 200 years of Guinness, they decided to drop these bottles into the ocean at various points all around the world. Okay. And inside there was a certificate from King Neptune, kind of welcoming people back to the brewery and saying, you know, you can have a pint of Guinness, essentially. It's actually known as the longest running advertising campaign to ever exist, because they're constantly being found all around the world. The most recent one was about 2 months ago in Wexford, but they've been found in pretty much every single corner of the world, which is pretty cool. Yeah. In this section here, you can see some of the head brewers throughout the years. And then finally here, there's a little vial of barley. So this was actually discovered in Tutankhamun's tomb when it was discovered in the 1920s. At the time, Guinness had a really big reputation for barley research, so they sent it in to us to have a look at. And then just as a thank you for taking it in, they've let us keep it on display. So that's pretty much all I have to tell you. If you want to have a quick wander around, if you have any questions. Called the Miranda Guinness. It was from a ship. Oh my god. So it was actually the first bulk carrier. So normally when you transport beer, it will be like in kegs or barrels, but this is actually fully open and all the liquid was pumped into the ship itself. So this bell was on it. It used to travel from here to Liverpool, and every time they arrived, they rang the bell. Yeah. Welcome to the world of Guinness advertising.
കാലങ്ങളിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അന്ന് പണ്ട് ഗിന്നസിനെ കുറിച്ച് വന്നിരുന്ന അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളുമാണ് ഇവരിവിടെ പബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. So this is the oldest brewing book that we have in our collection. You're filling me for BBC or something like that? No, it's for my own. Hello BBC, CNN, whatever. You can't afford my image rights. Yeah. But anyway, I'm a nice guy. Yeah. So this is the oldest brewing book that we have in the collection. It's from 1799. Okay. The label. These are all labels. So each bar in Ireland had a different label assigned to it. And when you put the label on the bottle, it was essentially giving authority to the pub to essentially sell beer on behalf of Guinness within the bar. So each particular pub in Ireland had its own label. They were all unique and they kind of all designed them themselves. You have two here from Dublin, we have a number from Belfast, one from Kerry, etc., etc. So there you go. They're quite ornate. And this particular shape of the label is still seen today on our West Indies porter, which is a fact. And this one here is one of the first labels to have the harp on it. The harp first went on the label in 1862. Again, to kind of standardise and give it a symbol or a logo. And in 1876 then that was upgraded to a registered trademark. So we've had it ever since. And there's 3 registered trademarks with Guinness, being the Guinness harp, the Guinness signature, which is this, and also the Guinness word as well. It's also registered trademark. ഇതാണ് ഞാൻ പറഞ്ഞ ആ ലീസ് അഗ്രിമെൻറ്റ്. അവരിപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ട്. അയാളുടെ സൈനൊക്കെ കാണാം. ആർതർ ഗിന്നസിൻ്റെ സൈൻ ഇവിടെ കാണാം. കൈകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ അവസാനം നമ്മുടെ ടൂർ കഴിഞ്ഞ് ഞങ്ങളിവിടെ താഴത്ത് എത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ട്രിനിറ്റി ബാർ എന്തായിരുന്നു, ഗ്രാവിറ്റി ബാറിലായിരുന്നു സാധാരണഗതിയിൽ ഇത് കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കോവിഡെല്ലാം കാരണം അവരവിടെ ഇരുത്തുന്നില്ല. നമ്മൾ താഴത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റിൻ്റെ കൂടെയുള്ള ഫ്രീ ആയിട്ടുള്ള ബിയർ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. അതിലിങ്ങനെ 3-4 ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളത് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അത് കൊണ്ടുവരണം. എന്നിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതിന് ഞാൻ ഇവിടെ 2 പേര് മെയിനായിട്ടുള്ള 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരത് കുടിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതാണ്. മദ്യപാനികൾ
അപ്പോൾ ഞങ്ങള് ഗിന്നസ് ഇങ്ങനെ ഫിനിഷ് ചെയ്തു. 2 പേര് കരുത്ത് തെളിയിച്ചു, ഒരാള് വെച്ചോണ്ടിരിക്കുന്നു. അത് കുഴപ്പമില്ല. ഇവരുടെ അഭിപ്രായത്തിൽ നമുക്ക് ഇന്ത്യൻസിന് അത് അത്ര സുഖിക്കത്തില്ല എന്നുള്ളതാണ് ഇവർ പറയണത്. നമുക്കല്ല മാട്ടതാ ചാത്തതാണ്. അവർ പറഞ്ഞ ഭയങ്കര കയ്പ് ഇപ്പം എല്ലാ ബിയറിനും ഇല്ലേ? കട്ടൻ കാപ്പിയുടെ പക്ഷേ അത് പറഞ്ഞ പോലെ ഇവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഇവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷേ ഇന്ത്യൻസ് ഒട്ടും ഇത് താല്പര്യമായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇന്ത്യൻസ് ഒരുപാട് ലേഡീസ് ഇത് അടിക്കുന്നവരുണ്ട്. ആണല്ലേ? അപ്പോൾ അലക്ഷേട്ടൻ്റെ അനുഭവം അനുസരിച്ചിട്ട് ഒത്തിരി പെണ്ണുങ്ങൾ ഇത് കഴിക്കുന്നവരുണ്ട്, ഒത്തിരി താല്പര്യമുള്ളവരുണ്ട്. പക്ഷേ ഇവിടുത്തെ ഐറിഷുകാർക്ക് പനി വന്നവരെ അവർ ഈ ബിയറാണ് കുടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് ഇതിനൊത്തിരി ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യും, ഹാർട്ട് ഡിസീസസ് റിഡ്യൂസ് ചെയ്യും, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ പോലെ ഡ്രിങ്ക് റെസ്പോൺസിബിളി. അപ്പോൾ ഇതൊക്കെയാണ് ഗിന്നസിൻ്റെ ഒരു അഭിപ്രായം. ടൂറ് വളരെ നന്നായിരുന്നു. പക്ഷേ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഏരിയ അവർ റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നമുക്ക് മോളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുമെന്നുള്ളൂ, പക്ഷേ അതൊന്നും അവിടെ ഇല്ല. പിന്നെ നമുക്ക് പിൻഡ് തന്നെത്താൻ അത് മെഷീനിൽ നിന്ന് ചോദിച്ചെടുക്കാം, അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ ഈ കോവിഡ് കാരണം വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഗിന്നസ് സ്റ്റോർ ഹൗസിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും നിങ്ങളിലേക്ക് മാക്സിമം എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.